ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ചിക്കൻ ചീസ് പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ആട്ട കൊണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മളിത് ഒരുപാട് നേരമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സവോള ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒരുപാട് നേരം ഒന്ന് വഴറ്റിയെടുക്കണ്ട. അപ്പോൾ ഇട്ട് കൊടുത്തൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഒറിഗാനോ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒറിഗാനോ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. 1 ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം വലിയ ബോളുകളാക്കിയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പൊറോട്ടക്കൊക്കെ എടുക്കുന്ന പോലെ ഇത്തിരി വലിയ ബോളുകളായിട്ട് എടുക്കുക. ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ഞാനൊരു തുണി കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലിങ് ഇവിടെ ഞാനൊരു 6 പോർഷനാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവും നമ്മൾ 6 ബോളുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ബോളാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അത്രയും ഫില്ലിങ്ങും ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഈ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പുറത്തോട്ട് പോകാത്ത വിധത്തിൽ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല ബോളുകളാക്കിയിട്ട് എല്ലാ ഫില്ലിങ്ങും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബോളുകളും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ സീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കുറച്ച് പൊടി തടവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പൊടി നന്നായി തടവി കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് വരാത്ത വിധത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കാം. നല്ലോണം തിന്നായിട്ട് പരത്താതെ ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഇതൊന്ന് പരത്തിയിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാ ബോളും ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊറോട്ട ഒക്കെ ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുത്താൽ മതി. ഇനി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യ് അധികം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ ചുട്ടെടുക്കുന്ന പോലെ കുറച്ച് സമയം എടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.